ഞാനേ കണി ഒരുക്കാൻ പോവാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നവധാന്യങ്ങൾ ഇടണം. കുറച്ച് കടുകിടാം, കുറച്ച് ഉലുവ ഇടാം, ജീരകമിടാം, കുറച്ച് പരിപ്പിടാം, ചെറുപയറിടാം, കുറച്ച് കടല ഇടാം, കുറച്ച് തിന ഇടാം. നമ്മുടെ 9ാമത്തെ ധാന്യമായിട്ട് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായിട്ട് നമുക്കൊരു ഉരുളി വയ്ക്കാം. ഞാൻ തിരുവടയാട വെച്ചിട്ടുണ്ട്, ഒരു കണ്ണാടിയും വെച്ചു, നവധാന്യങ്ങളും വെച്ചു, ഉണ്ണിയപ്പം വയ്ക്കാം, 2 മുറി തേങ്ങ വെച്ചു, ഒരു മാങ്ങയും പിന്നെ നമ്മുടെ പഴവും ഒരു പടലപ്പഴം വെച്ചിട്ടുണ്ട്, കോടിമുണ്ട് വെച്ചു, പൈസയും നാണയവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വർണം വയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വിഷുക്കണി. കണിവെള്ളരി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം അങ്ങനെ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടു. കൃഷ്ണ ഭഗവാന്റെ മേലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കണിയൊക്കെ കണ്ട് ഉച്ചയായപ്പോഴത്തേക്കും നിത്തിൻ്റെ ചേച്ചി ഞങ്ങൾക്കുള്ള ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പയറുപ്പേരി, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പച്ചടി, അവിയൽ, ചോറ്, സാമ്പാർ, പായസം, അങ്ങനെ ഒരു സദ്യ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാവിഷായിട്ട് നമ്മുടെ വിഷുവിടെ ലഞ്ചൊക്കെ കഴിച്ചു. പപ്പടം ഞാൻ വീട്ടിൽ ഉണ്ടാക്കി, പഴവും അവിടെ സൈഡിലൊരു ഭംഗിക്ക് വെച്ചു. പക്ഷേ ഇത്രയും ഐറ്റംസ് കഴിച്ചപ്പോൾ തന്നെ പിന്നെ വയറൊക്കെ ഫുള്ളായി. അങ്ങനെ ചേച്ചി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ലാവിഷ് വിഷു സദ്യ റെഡിയായി. വിഷു സദ്യയിൽ എന്താ നോൺ വെജ് എന്ന് ചിലപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ വിശേഷ ദിവസങ്ങൾക്ക് എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ ഒരു ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളും കഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ വിഷുവും അടിപൊളിയായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലേറ്റായി വ്ളോഗ് ഇടാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ. ഇങ്ങനെയാണ് ഞങ്ങൾ വിഷു ആഘോഷിച്ചത്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വേറൊരു വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.